ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണുകയുണ്ടായി ദിവ്യബലി അർപ്പണത്തിൻ്റെ ആമുഖ കർമ്മങ്ങളിൽ പുരോഹിതൻ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചത്. നമ്മുടെ റോമൻ മിസ്സാളിൽ ഇപ്രകാരം 4 രീതിയിലാണ് പുരോഹിതൻ ജനങ്ങളെ അഭിവാദനം ചെയ്യുക എന്ന് നമ്മൾ കാണുകയുണ്ടായി. ഈ അഭിവാദനങ്ങൾക്ക് ജനം നൽകുന്ന മറുപടി അങ്ങേ ആത്മാവോടും കൂടെ എന്നാണ്. അപ്പോൾ എന്താണ് അങ്ങേ ആത്മാവോടും കൂടെ എന്ന ജനങ്ങളുടെ മറുപടി? അതാണ് നമ്മൾ ഇന്ന് കാണുവാൻ പോകുക. പ്രിയപ്പെട്ടവരെ, ഏവർക്കും മാലാഖമാരുടെ അപ്പത്തിലേക്ക് സ്വാഗതം. അങ്ങേ ആത്മാവോടും കൂടെ എന്ന ജനങ്ങളുടെ ഈ പ്രത്യുത്തരം എത് cum spiritu tuo എന്നാണ് ലത്തീനിൽ നമ്മൾ കാണുക. ഈ ഒരു പ്രത്യുത്തരത്തെക്കുറിച്ച് നമുക്കിടയിലുള്ള ചില തെറ്റിദ്ധാരണകളെ കുറിച്ച് ആദ്യം പറയാം. നമ്മുടെ ആത്മീയ ചിന്തയിൽ മനുഷ്യൻ എന്നാൽ ആത്മാവും ശരീരവുമാണ്. ആത്മാവും ശരീരവും ചേർന്നതാണ് മനുഷ്യൻ. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ആത്മാവും ശരീരവുമുണ്ട്. അങ്ങേ ആത്മാവോടും കൂടെ എന്ന് പറയുമ്പോൾ ഇപ്രകാരം ആത്മാവും ശരീരവുമായ മനുഷ്യൻ്റെ ആ ആത്മാവിനോടും കൂടെ എന്നല്ല ഇവിടെ അർത്ഥമാക്കുക. മറ്റൊരു ധാരണ ഇപ്രകാരമാണ്: ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത് എന്ന്. ഇതും പൂർണ്ണമായ അർത്ഥത്തിൽ ശരിയല്ല, ഭാഗികമായി ശരിയാണ്. കാരണം എല്ലാ മനുഷ്യർക്കും മാമോദീസ സ്വീകരിച്ചിട്ടുള്ള, സ്ഥൈര്യലേപനം സ്വീകരിച്ചിട്ടുള്ള, മറ്റു കൂദാശകൾ സ്വീകരിച്ചിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ഒരുപോലെ, അതായത് ജനങ്ങൾക്കും പുരോഹിതനും ഒരുപോലെ തന്നെ പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ അങ്ങ് പരിശുദ്ധാത്മാവിനോടുകൂടെ എന്ന് പറയുന്നതും പൂർണ്ണമായ അർത്ഥത്തിൽ ശരിയല്ല. പിന്നെ എന്താണ് പുരോഹിതന് മാത്രമായിട്ടുള്ള ആത്മാവ്? അത് അദ്ദേഹം തൻ്റെ പൗരോഹിത്യം സ്വീകരിക്കുന്ന സമയത്ത് മെത്രാന്റെ കൈവെപ്പിലൂടെ സ്വീകരിക്കുന്ന പൗരോഹിത്യം എന്ന കൂദാശയുടെ ആത്മാവാണ്. ദ സ്പിരിറ്റ് ഓഫ് ഹിസ് പ്രീസ്റ്റ്ഹുഡ്. ഇവിടെയും ഒരു ചോദ്യം വരാം. മാമോദീസയിലൂടെ നാം എല്ലാവരും ഈശോയുടെ പൊതു പൗരോഹിത്യത്തിൽ പങ്കാളികളാണ്. എന്നാൽ പൗരോഹിത്യം എന്ന കൂദാശ സ്വീകരിച്ചിട്ടുള്ള ഒരു പുരോഹിതൻ ഈശോയുടെ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കാളിയാണ്. ആ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ ആത്മാവിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുക. അതായത് ദ സ്പിരിറ്റ് ഓഫ് ഹിസ് മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ്. അപ്പോൾ പൗരോഹിത്യത്തിൻ്റെ ആത്മാവോടും കൂടെ കർത്താവ് ഉണ്ടായിരിക്കട്ടെ. നിന്റെ ആ പൗരോഹിത്യത്തിൻ്റെ ആത്മാവോടും കൂടെ കർത്താവ് ഉണ്ടായിരിക്കട്ടെ എന്നാണ് ജനം പുരോഹിതനോട് പ്രത്യുത്തരിക്കുന്നത്. കാരണം പുരോഹിതനിൽ ഉള്ള പൗരോഹിത്യത്തിൻ്റെ ആ ആത്മാവാണ് അദ്ദേഹത്തെ കൊണ്ട് കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് നമ്മെ അഭിവാദനം ചെയ്യുവാൻ യോഗ്യനാക്കുന്നത്. അതുപോലെ തന്നെ ഈ തിരുക്കർമ്മങ്ങൾ പരികർമ്മം ചെയ്യുവാനും പുരോഹിതനെ യോഗ്യനാക്കുന്നത് അദ്ദേഹത്തിനുള്ള പൗരോഹിത്യത്തിൻ്റെ ആ ആത്മാവാണ്. അങ്ങേ ആത്മാവോടും കൂടെ കർത്താവ് ഉണ്ടായിരിക്കട്ടെ എന്ന് നമ്മൾ ജനങ്ങൾ പറയുമ്പോൾ നിന്റെ പൗരോഹിത്യത്തിൻ്റെ ആത്മാവിനോടുകൂടെ കർത്താവ് ഉണ്ടായിരിക്കട്ടെ, അതായത് പൗരോഹിത്യത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ എന്ന് പുരോഹിതന് നമ്മൾ നൽകുന്ന ഒരു പ്രാർത്ഥനയും ആശംസയും കൂടെയാണ് ഈ പ്രത്യുത്തരം. അങ്ങേ ആത്മാവോടും കൂടെ. അതുകൊണ്ട് തന്നെ ഈ ഒരു അഭിവാദനവും പ്രത്യുത്തരവും ഡീക്കന്മാരും പുരോഹിതരും മെത്രാന്മാരും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സാധാരണ അൽമായ സഹോദരങ്ങൾ ഈ ഒരു അഭിവാദന രീതി ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നുകൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി മുതൽ നമ്മുടെ വികാരിയച്ഛനോടുള്ള, നമുക്കായി ദിവ്യബലി അർപ്പിക്കുന്ന വൈദികനോടുള്ള സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ, ആശംസയോടെ
അങ്ങേ ആത്മാവോടും കൂടെ എന്ന് പ്രത്യുത്തരിക്കുവാൻ ബോധപൂർവം നമുക്ക് ശ്രമിക്കാം. ഏവർക്കും നല്ല ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു. നന്ദി.